4 വർഷം മുമ്പ് മലേഷ്യയിൽ ഒരു സ്ത്രീ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ നിമിഷം തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ മലേഷ്യയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം ധൃതി പിടിച്ച് പോകാൻ ശ്രമിച്ചത്? മരിച്ച ആ സ്ത്രീക്ക് ഒരു കുപ്രസിദ്ധ കൊലയാളിയുമായി സാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട് പോലീസ് മലേഷ്യയ്ക്ക് പോകാനൊരുങ്ങിയത്. എന്തായാലും പോലീസ് സംഘം പോയില്ല. കാരണം പോലീസ് സംഘം യാത്ര തിരിക്കും മുമ്പേ മരിച്ച സ്ത്രീയെ തിരിച്ചറിഞ്ഞിരുന്നു. മലേഷ്യയിൽ മരണപ്പെട്ട സ്ത്രീക്ക് മുഖസാമ്യമുണ്ടായിരുന്നത് മറ്റാരുമായിട്ടല്ല, ഡോക്ടർ ഓമനയുമായിട്ടായിരുന്നു. കേരളത്തെയും തമിഴ്നാടിനെയും ഞെട്ടിച്ച സ്യൂട്ട് കേസ് കൊലപാതക കേസിലെ പ്രതി, വൈദ്യശാസ്ത്രത്തിന്റെ വൈദഗ്ധ്യം മുഴുവൻ ഒരു മനുഷ്യന്റെ പ്രാണനെടുക്കാൻ ഉപയോഗിച്ച കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ. 29 വർഷമായി ഡോക്ടർ ഓമന തമിഴ്നാട് പോലീസിന്റെയും ഇന്റർപോളിന്റെയും കണ്ണുവെട്ടിച്ച് കാണാമറയത്ത് കഴിയുകയാണ്. ഇപ്പോഴിതാ വീണ്ടും ചർച്ചയാവുകയാണ് ഡോക്ടർ ഓമന. ഗ്രീഷ്മയുടെ ആ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിലെ വിധി വന്നതോടുകൂടി 1996 ജൂലൈ 11 തന്റെ സുഹൃത്തായിരുന്ന കണ്ണൂർ സ്വദേശി മുരളീധരനെ ഡോക്ടർ ഓമന അരുംകൊല ചെയ്യുന്നത്. ഡോക്ടർ എന്ന നിലയിൽ തന്റെ പരിചയം മുഴുവൻ ഉപയോഗിച്ച് ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ നടത്തിയ ആ കൊലപാതകം പിന്നീട് സ്യൂട്ട് കേസ് കൊലപാതകം എന്നറിയപ്പെട്ടു. ആസൂത്രിതമായ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിക്കപ്പെട്ടു. അതിക്രൂരമായിരുന്നു ഓമന നടത്തിയ കൃത്യങ്ങൾ. വിചാരണയ്ക്കിടെ 2001 ഡോക്ടർ ഓമന ജാമ്യത്തിലിറങ്ങി. പിന്നീട് ഇന്നുവരെ അവരെ ആരും കണ്ടിട്ടില്ല. അവർ ജോലി ചെയ്ത മലേഷ്യയിലടക്കം ഇന്റർപോൾ നടത്തിയ തിരച്ചിലിന് ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഡോക്ടർ ഓമനയുടെ അടുത്ത സുഹൃത്തും പയ്യന്നൂർ അന്നൂർ സ്വദേശിയുമായ മുരളീധരനായിരുന്നു കൊല്ലപ്പെട്ടത്. മുരളീധരന് ഓമനയുമായുള്ള അടുപ്പവും പിന്നീടുള്ള അകൽച്ചയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലയ്ക്ക് മുമ്പ് മുരളീധരന്റെ ശരീരത്തിൽ മയക്കുമരുന്നോ വിഷമോ മറ്റോ കുത്തിവെച്ചിരുന്നു. രക്തം കട്ട പിടിക്കുന്നതിനുള്ള മരുന്ന് കൂടി കുത്തിവെച്ചു. അതിനുശേഷമാണ് ശരീരം കഷ്ണങ്ങളാക്കി മുറിക്കുന്നത്. പ്രത്യേക സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു ശരീരം മുറിച്ചത്. മെഡിസിൻ പഠന കാലയളവിൽ ഓപ്പറേഷൻ കത്തി ഉപയോഗിച്ച പരിചയമാണ് ഡോക്ടർ ഓമനയെ മുരളീധരന്റെ മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കാൻ സഹായിച്ചത്. ശരീരത്തിലെ ചർമ്മം മുഴുവൻ നീക്കം ചെയ്ത് ബാഗിൽ സൂക്ഷിച്ചു. സന്ധികളിൽ മുറിച്ച് എല്ലുകൾ വേർപെടുത്തി. മാംസവും എല്ലുകളും പ്രത്യേകമാക്കി 25 പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ചു. ആന്തരികാവയവങ്ങൾ കൊത്തി നുറുക്കി ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു. തുടർന്നാണ് ശരീരഭാഗങ്ങൾ ബാഗുകളിലും സ്യൂട്ട് കേസിലുമാക്കിയത്. മൃതദേഹം മുറിക്കാൻ കുറഞ്ഞത് 3 മണിക്കൂർ ഓമന എടുത്തിരിക്കാമെന്ന പോലീസ് രേഖകളിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം മുറി വൃത്തിയാക്കി, കിടക്ക വിരിച്ചു, മുറി വാടക നൽകി. ബാഗുകൾ ഒറ്റയ്ക്ക് ചുമന്നാണ് ഡോക്ടർ ഓമന റിട്ടയറിംഗ് റൂമിൽ നിന്ന് കാറിൽ എത്തിച്ചത്. സ്യൂട്ട് കേസും ബാഗുകളും കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചു. ഊട്ടിയിലെ തണുത്ത കാലാവസ്ഥയെ തുടർന്ന് മൃതദേഹം അഴുകാതിരുന്നതിനാലാണ് റിട്ടയറിംഗ് റൂമിൽ ദുർഗന്ധമുണ്ടാകാതിരുന്നതിന് കാരണം. ശരീരാവശിഷ്ടങ്ങൾ നിറച്ച സ്യൂട്ട് കേസുമായി കൊടൈക്കനാലിലേക്കാണ് ആദ്യം കാറിൽ പോയത്. പെട്ടി അവിടെ ഉപേക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. എന്നാൽ പെട്ടിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സംശയിച്ച ടാക്സി ഡ്രൈവർ കാർ നിർത്തി വിവരം അന്വേഷിച്ചപ്പോൾ ഓമന ബസിൽ കയറി രക്ഷപ്പെട്ടു. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട മുരളീധരൻ വിവാഹിതയായ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ഡോക്ടർ ഓമന പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രകോപിതനായ മുരളീധരൻ ഓമനയെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തി. തുടർന്ന് ഓമനയും ഭർത്താവുമായി പിരിഞ്ഞു. ഓമന മലേഷ്യയിലേക്ക് പോയി പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും മുരളീധരൻ വെറുതെ വിട്ടില്ല. മലേഷ്യയിലെത്തിയ മുരളീധരൻ തന്നെ വിവാഹം ചെയ്യണമെന്ന് വീണ്ടും ഓമനയോട് ആവശ്യപ്പെട്ടു. തുടർന്നാണ് മുരളീധരനെ കൊലപ്പെടുത്താൻ ഓമന തീരുമാനിച്ചത്. മലേഷ്യയിലായിരുന്ന ഡോക്ടർ ഓമന കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പാണ് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്തുള്ള മുരളീധരനെ ഫോണിൽ വിളിച്ചു വരുത്തി ഒരുമിച്ച് ഊട്ടിയിലേക്ക് പോകുന്നു. ഭർത്താവിൽ നിന്ന് നേരത്തെ വിവാഹമോചനം നേടിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തത് ഊട്ടി പോലീസ് ആണെങ്കിലും മലയാളി വനിതാ ക്രിമിനൽ എന്ന വിശേഷണമാണ് ഡോക്ടർ ഓമനയ്ക്കുള്ളത്.
കൊടൈക്കനാൽ പോലീസാണ് ഓമനയെ ഡിണ്ടിഗലിനു സമീപം അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം ഊട്ടി പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. 2002 ഫെബ്രുവരിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണ വിഭാഗം ഊട്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഇതിനിടെ തമിഴ്നാട് സെൻട്രൽ ജയിലിൽ നിന്ന് സോപാധിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഓമന 2001 ജനുവരി 29 മുതൽ ഒളിവിൽ പോയി. കൊലപാതകം നടക്കുമ്പോൾ അവർക്ക് 43 വയസ്സ്. നേത്രരോഗ വിദഗ്ധയായ അവർ നേരത്തെ മലേഷ്യയിൽ ജോലി ചെയ്തിരുന്നു. അവർ മലേഷ്യയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഇന്നും കരുതുന്നവരുണ്ട്.